ഒരു കളി പോലും ജയിക്കാത്ത കമ്മിറ്റിക്കാരെ പറ്റി പരാതി ഉണ്ടായിരുന്നു. പറയട്ടെ, ഇവര് പാർഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ട്. അതായത് ഇവര് വളരെ സ്ട്രോങ് ടീമായിരുന്നു. ഞങ്ങൾ മൈൻഡ് ടീംസ് ആയിരുന്നു. കണ്ടപ്പോ തോന്നിയോ? നിങ്ങൾ കണ്ടതാണല്ലോ. സ്ട്രൈറ്റ് ഡ്രൈവ് ആണുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് പ്ലെയർ പറഞ്ഞു കൊടുക്കുക. ഏറ്റവും നന്നായിട്ട് ഞാൻ 8 4 അടിച്ചാണ്. ഒരു കളി തന്നെ 4, മറ്റേ കളി 4. നേരത്തെ കളിക്കാറിയാം. പിന്നെ ഞാൻ നല്ല പ്ലെയർ ആയിരുന്നു പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന. നിഷാനയുടെ പെർഫോമൻസ് കണ്ടിരുന്നു. കല്ല് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അല്ല, നിഷാനയ്ക്ക് പെട്ടെന്ന് സ്ഥലബോധം മറന്നു. നിഷാൻ എവിടെയാണെന്നൊന്നും ബോധമില്ല. നിഷാനയ്ക്ക് പകരം കല്ല് വെച്ചാൽ മതിയിരുന്നു. നാദറപ്പ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു ഈ കളിക്ക് വേണ്ടി. ഞാൻ 2-3 ദിവസം നെറ്റ്സിലായിരുന്നു. ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു 2 ദിവസം. ഞാൻ ഓൺലൈൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അത് ആ ഒരു എക്സ്പീരിയൻസ്. റമ്മി ഇല്ലല്ലോ. റമ്മി ഡ്രീം 11 ജൂപ്പിറ്റർ. താങ്ക് യു. ജയ്സ് എനിക്ക് തരുമോ? ഞാൻ എന്റെ വേർപ്പുണ്ട്. ഞാൻ ഇത് നീലക്കോയിന് സമ്മാനിക്കുന്നു. വെച്ചിട്ട് എന്ത് ചെയ്യും? അത് പറ. അല്ലെങ്കിൽ നീലക്കുയിലൊന്നും ഇതോ ഞാൻ ടീഷർട്ട് കൊടുത്തു, പാന്റ് കൊടുത്തു. അത് ആ ടീഷർട്ട് 8,000 രൂപ വേണ്ടവര്. ഇനി അത് ലേലത്തിൽ വിൽക്കും. നീലക്കോയിൽ വിൽക്കണം കേട്ടോ. അത് നാദറിട്ട ടീഷർട്ട് ട്രെയിൻ ചെയ്ത് വെക്കും. പിന്നെന്തൊക്കെയാണ് വിശേഷം? കഴിച്ചില്ല, വിശക്കണം. എനിക്ക് ആരും മേടിച്ചു തരുമോ? അവിടെ ബിരിയാണി രാത്രി ഞാൻ കഴിച്ചിട്ടിറങ്ങിയത്. ഞാൻ എന്നെ ചോദിച്ചില്ലെന്നോ പണ്ടോട്ട് കളിക്കുമെന്ന്. ഞാൻ പണ്ടോട്ട് ക്രിക്കറ്റ് കളിക്കും. പയ്യനടിക്കുന്ന സമയത്ത് തന്നെ ക്രിക്കറ്റ് കളിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ 4 അടിച്ചു. താങ്ക് യു. ഗുഡ് നൈറ്റ്. എന്റെ ടീഷർട്ട് മറക്കരുത്. സൂക്ഷിച്ച് വെക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഓർമ്മിക്കാൻ എനിക്കെന്താ